കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ പരാതി പിൻവലിക്കാൻ തന്നെ ഭീഷണിപ്പെടുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്ന് അതിജീവിത. കേസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് 5 ജീവനക്കാരാണ് തന്നെ ഭീഷണിപ്പെടുത്തിയത്. തനിക്കെതിരെ ലൈംഗിക പീഡനം ഉണ്ടായിട്ടില്ലെന്ന് തെറ്റായി റിപ്പോർട്ട് നൽകിയ ഡോക്ടർ പ്രീതിക്കെതിരെയും നടപടി വേണമെന്നും അതിജീവിത ആവശ്യപ്പെടുന്നു. മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസ് പ്രതി ശശീന്ദ്രനെതിരെയുള്ള പരാതി പിൻവലിക്കാൻ അതിജീവിതയുടെ മേൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടായിരുന്നത്. ഭീഷണിപ്പെടുത്തിയതിന് മെഡിക്കൽ കോളേജിലെ തന്നെ 5 ജീവനക്കാരുടെ പേരിൽ കുന്നമംഗലം പോലീസിൽ കേസുണ്ട്. പക്ഷേ ഈ ജീവനക്കാർ ഇപ്പോഴും സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുകയാണ്. ഇവർക്കെതിരെയും നടപടി വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. അവർ 5 പേരുണ്ടായിരുന്നു. നേഴ്സിംഗ് ഉണ്ട്, അറ്റൻഡേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ കേസ് പിൻവലിക്കണം, എനിക്ക് തോന്നിയതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് മാനസിക രോഗം ആണ്, അതിലുപരി മോശമായിട്ട് നിങ്ങൾ ഒരു ഭർത്താവ് കല്യാണം കഴിഞ്ഞതല്ലേ, അപ്പം ഭർത്താവിൻ്റെ കൂടെ എങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് വരെ അത്രയും മോശമായിട്ട് സംസാരിച്ച ആളുകളാണ്. പീഡനം നടന്നിട്ടില്ലെന്നാണ് ആദ്യം അന്വേഷിച്ച മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പ്രീതി റിപ്പോർട്ട് നൽകിയത്. ഇത് തെറ്റായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ശശീന്ദ്രൻ കുറ്റം ചെയ്തുവെന്ന് മെഡിക്കൽ കോളേജ് തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഡോക്ടർ പ്രീതിക്കെതിരെയും നടപടി വേണം. ഇങ്ങനെ ഒരു പീഡനം നടന്നിട്ടില്ല, പരിശോധനകൾ നടത്തിയിട്ട് പോലും അതിലൊന്നും കണ്ടിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളൊരു മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വളരെ വിഷമമുണ്ടായിരുന്നു. പക്ഷെ അതിനെതിരെ നമ്മൾ പോരാടി 13 ദിവസം സമരത്തിൽ നിന്ന് അതിൽ ഡോക്ടർ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്നുള്ളത് തെളിഞ്ഞു. ഇനി അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേസ് അട്ടിമറിക്കാൻ വലിയ ശ്രമമാണ് നടന്നതെന്ന് അതിജീവിതക്കൊപ്പം നിയമ പോരാട്ടം നടത്തിയ നൌഷാദ് തെക്കയിൽ പറഞ്ഞു. നിയമ പോരാട്ടങ്ങൾക്കൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്ന കരുത്തുറ്റ ഒരു വനിതയായിട്ട് തന്നെയാണ് നമ്മുടെ അതിജീവിതയെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. കാരണം അവർക്ക് ശാരീരികമായ പല പ്രയാസങ്ങളുണ്ടായിട്ടും ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും അവർ അതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മളൊക്കെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചത്. 2023 മാർച്ച് 18-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യുവതിക്കെതിരെ ലൈംഗിക പീഡനം നടന്നത്. തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അബോധാവസ്ഥയിൽ ICUവിൽ പ്രവേശിപ്പിച്ച യുവതിയെ അറ്റൻഡർ ശശീന്ദ്രൻ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.